1 വർഷത്തിന് മുൻപ് രവി എന്ന കാർ ഡ്രൈവർ ഈ സ്റ്റേഷനിൽ വന്ന് ഇതേ കംപ്ലൈന്റ് തന്നിരുന്നു. വണ്ടി നമ്പർ KA0 അല്ല, ഇത് കർണാടക രജിസ്ട്രേഷൻ ആണല്ലോ. അതെ സാർ. വണ്ടിയുടെ ചാവിയും ഫോട്ടൊക്കെ ഇങ്ങെടുത്തേ. എന്തിനാ സാർ? ഒരു പെണ്ണിനെ കടത്തി കൊണ്ടുപോയിക്കണോ, അതിന്റെ സീരിയസ്നെസ് അറിയാണ്ട് സംസാരിച്ചോണ്ടിരിക്കണോ? ഇങ്ങെടുത്തേ, എട്. പോയാ ബെഞ്ചിൽ പോയിരിക്കേ. പോ. എന്തിനാ സാർ? ഞാൻ ഇൻസ്പെക്ടറെ കണ്ട് ഇൻഫോം ചെയ്തിട്ട് വരാം. പോ, അവിടെ പോയിരിക്കേ. ഇൻസ്പെക്ടർ എപ്പോ വരും സാർ? കുറച്ച് സമയത്തിനുള്ളിൽ വരും. നീ അവിടെ പോയിരിക്കേ. ഒരു പെൺകുട്ടിയെ ബന്ധപ്പെട്ട കിഡ്നാപ്പ് കേസ് ആയതുകൊണ്ട് ആ ക്യാബ് ഡ്രൈവറെ രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരുന്നു. അടുത്ത ദിവസം വെളുപ്പാങ്കാലത്ത് തന്നെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയെ ഇവിടെ അടുത്തുള്ള ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. കൂട്ട ബലാത്സംഗത്തിനിരയായതുകൊണ്ട് ആ പെൺകുട്ടിക്ക് സിവിയർ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം മീഡിയ സെൻസേഷൻ ആയതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഗവൺമെന്റിന്റെ പ്രഷർ വളരെ കൂടുതലായിരുന്നു. ബിപി ചെക്ക് ചെയ്തായിരുന്നോ? ആ ചെക്ക് ചെയ്തു. ഓക്സിജൻ നോർമൽ. പൾസിന് സ്റ്റാറ്റസ് സ്റ്റേബിൾ ഡോക്ടർ. ഓക്കെ സർ, പ്ലീസ് സ്റ്റേ ഹിയർ. നിങ്ങളൊന്ന് വേഗം വന്നേ. ആ സമയം കമ്മീഷണറായിരുന്ന മാഡമാണ് ഈ കേസ് ഹാൻഡിൽ ചെയ്തത്. അവരോട് ഞാൻ ഇപ്പോഴാണ് സ്റ്റേറ്റ്മെന്റ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. അക്യൂസ് മൊത്തം 4 പേരാണ്. അവർക്കറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും എനിക്ക് തന്നെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുണ്ട്. വി ആർ ട്രൈയിങ് അവർ വെരി ബെസ്റ്റ്. നിങ്ങളുടെ എവരുടെയും കോപ്പറേഷനാണ് ആവശ്യം. ആ കുട്ടിയുടെ പേരും ഫോട്ടോയും നിങ്ങൾ ആരും എവിടെയും ഷെയർ ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് മൈ പേഴ്സണൽ റിക്വസ്റ്റ്. ഇപ്പൊ ആ കുട്ടിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് മാഡം? ആ കുട്ടിക്ക് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്, പക്ഷെ കണ്ടീഷൻസ് വളരെ സ്റ്റേബിൾ ആണ്. ആ ക്യാബ് ഡ്രൈവർ തന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിൽ ബന്ധപ്പെട്ട എല്ലാവരെയും കണ്ടുപിടിക്കണമെന്ന് മാഡത്തിന് വാശിയായിരുന്നു. പൊന്ന ചെറ്റകള്, എന്ത് ചെയ്താലും ഇതുപോലുള്ള അയോഗ്യമാർ ഒരിക്കലും പിന്മാറിയില്ല. അതുകൊണ്ടാണ് മാഡം ഈ കേസ് മാഡത്തിനെ ഏൽപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം ഇന്ന് തന്നെ ആ 4 അക്യൂസിനെ പിടിക്കുക തന്നെ ചെയ്യണം. മാം, ആ ക്യാബ് ഡ്രൈവറെ സ്റ്റേഷനിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. അയാളെ വിട്ടേക്കാൻ പറയട്ടെ. മാം, പ്രൈവറ്റ് നമ്പറിൽ നിന്നാ കോള്. ഹലോ. നമസ്കാരം കമ്മീഷൻ മാഡം. ആരാണ്? നിങ്ങൾ എനിക്കൊരു ഫേവർ ചെയ്യണം. നിങ്ങളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന 4 പേരിൽ ഒരാള് എന്റെ മകൻ സിദ്ധാർത്ഥാണ്. അവന്റെ ഫോട്ടോയും അവന്റെ പേരും പുറത്തു വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. സോറി, ഇതൊന്നും എന്നെ കൂടി ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റാരും ഇത് ചെയ്യില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇനി നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റിന്റെ അടുത്ത DGP നിങ്ങളായിരിക്കും. നിങ്ങൾ എനിക്ക് തരുന്ന സഹായത്തിന് ഞാൻ തിരിച്ചു തരുന്ന ചെറിയൊരു സമ്മാനം. ഐ നീഡ് സം ടൈം. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കുറച്ചു നേരത്തിനുള്ളിൽ ആ പെൺകുട്ടി മരിച്ചുപോയി. ഇതോടെ മീഡിയയുടെ ഇടയിൽ നിന്നും ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള ചോദ്യം ഉയർന്നു. മാഡം, എപ്പോഴാണ് അക്യൂസിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ജനനി മരിച്ചുപോയത് ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. ഇതുപോലൊരു സംഭവം ഇനി ഒരിക്കലും നടക്കില്ല. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവരുടെ പേരിൽ നിയമപരമായി നടപടി എടുക്കുകയും ചെയ്യും. സാറേ. സാർ. ആ ഡ്രൈവറോടെ അവിടെ ഇരുത്തിട്ടുണ്ട് സാറേ. നമസ്കാരം സാർ. എന്താ സാറേ? പേടിക്കണ്ട, ഒന്നുമില്ല. പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ക്യാബ് ഡ്രൈവർ രവിയെ ക്രൈം നടന്ന ലൊക്കേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 പ്രതികളെയും അവനോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. നോക്കി പറഞ്ഞേ, ഇവര് തന്നെയാണോ ആ 3 പേരും? മേഡം, മേഡം, ഇവന്മാരാ മേഡം. ഇവന്മാര് തന്നെ മേഡം. ഇവന്മാര് തന്നെ. ഇവരെ ചെയ്തേ. ഇവര് തന്നെയാ. ആ ക്യാബ് ഡ്രൈവർ തന്ന കംപ്ലൈന്റ് ഡിസ്പോസ് ചെയ്തിട്ട് അവനാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള എവിഡൻസ് ഉണ്ടാക്കി. ആ പെൺകുട്ടി മരിച്ച കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതേ സ്ഥലത്ത് വെച്ച് തന്നെ പ്രതികളെ എൻകൗണ്ടർ ചെയ്തതുകൊണ്ട് ന്യൂസ് വൈറലായി നാഷണൽ വൈഡ് സെൻസേഷനായി. പേരിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഒരു എൻക്വയറി നടത്തി.